ഇന്നലെ എൻ്റെ ഒരു കസ്റ്റമർ വന്നു, കടയിൽ കസ്റ്റമർ വന്നതാണ്. അദ്ദേഹം ചോദിച്ചു 9 ക്യാരറ്റിൻ്റെ സ്വർണ്ണം ഉണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു 9 ക്യാരറ്റ് പൊതുവെ പ്രോത്സാഹിപ്പിക്കാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് 9 ക്യാരറ്റ് കൂടുതലും സ്വർണ്ണമല്ല, മിക്സിങ് മെറ്റീരിയൽസ് ആയിരിക്കും. മിക്സിങ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ചെമ്പാകാം, സിൽവർ ആകാം, അതുപോലത്തെ മെറ്റീരിയൽസ് ആയിരിക്കും. അപ്പം അത് എന്നാൽ പിന്നെ നിങ്ങൾ എന്താ അതിനെ സ്വർണ്ണം എന്ന് വിളിക്കണം? കാര്യം വെച്ചാൽ കൂടുതലും ചെമ്പല്ലേ ഇതിനകത്തുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഓരോ 9 ക്യാരറ്റ് 22 ക്യാരറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് 916 സ്വർണം വരുന്നത്. മറ്റ് പ്യുവർ സ്വർണ്ണം എന്ന് പറയുമ്പോൾ 24 ക്യാരറ്റ് വരും, അതാണ് തങ്കം. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ 24 ആണ് പ്യൂരിറ്റി അനലൈസ് ചെയ്യുന്നത് 24 ക്യാരറ്റിൻ്റെ പേര്. 24 ക്യാരറ്റ് എന്നാണ് 100% പ്യൂറായ തങ്കത്തിന് പറയുന്നത്. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന് കാര്യങ്ങൾ പിടികിട്ടാത്തതുകൊണ്ട് അദ്ദേഹത്തിനോട് ഞാൻ ഒന്നും കൂടി പറഞ്ഞു കൊടുത്തു. 1 ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ 4.16% തങ്കം ഒരു മെറ്റലിൽ അല്ലെങ്കിൽ ഒരു മണ്ണിൽ, ഇപ്പൊ നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന മണ്ണിൽ 4.16% തങ്കത്തിന്റെ അംശം ഉണ്ടെങ്കിൽ അതിന് 1 ക്യാരറ്റ് എന്ന് പറയാം. അപ്പൊ അതുപോലെ 2 ക്യാരറ്റ് എന്ന് പറയണമെങ്കിൽ 4.16% ഇൻറ്റു 2. അപ്പൊ ഈ 4.16% കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ 100% ഉള്ളതിന് 100%ത്തിന് നമ്മൾ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ 24 ക്യാരറ്റ് ആണല്ലോ പ്യുവർ തങ്കം. അപ്പം 100%, 100നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് 4.16% കിട്ടുന്നത് എന്ന് വെച്ചാൽ 1 ക്യാരറ്റ്. 24 ക്യാരറ്റ് ആണ് പ്യുവർ തങ്കം. 1 ക്യാരറ്റ് കണ്ടുപിടിക്കാൻ 100% പ്യുവർ ആയ തങ്കത്തിന് 100നെ 24 കൊണ്ട് ഹരിക്കുമ്പോൾ 4.16% എന്ന് കിട്ടും. ഈ 4.16% 1 ക്യാരറ്റിന്റെ പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ 4.16% നിങ്ങളുടെ മുറ്റത്തുള്ള മണലിൽ 4.16% തങ്കം ഉണ്ടെങ്കിൽ അതിന് 1 ക്യാരറ്റുള്ള മണ്ണെന്ന് പറയാം. ഈ 4.16 ഇൻറ്റു 2 ആണെങ്കിൽ അപ്പോൾ 8 സംതിങ് വന്നു. ആ 8 ഇതുള്ള പ്യൂരിറ്റി ഉള്ള അല്ലെങ്കിൽ ശതമാനം തങ്കത്തിന്റെ അംശമുള്ള മണ്ണാണെങ്കിൽ അത് 2 ക്യാരറ്റുള്ള മണ്ണെന്ന് പറയാം. അതുപോലെ 4.16% ഇൻറ്റു 9 അപ്പോഴത്തേക്കും നമുക്ക് 37.5% എന്ന് കിട്ടും. അപ്പം 37.5% ഉണ്ടെങ്കിൽ അതിന് 9 ക്യാരറ്റുള്ള സ്വർണം എന്ന് പറയാം. ഇത് തന്നെയാണ് 916 വരുന്നത്. 4.16 ഇൻറ്റു 22 അടിക്കുമ്പോൾ 91.6% വരും. അപ്പൊ അത് 91.6% പ്യൂരിറ്റി ഉള്ള, അതിനകത്ത് അത്ര 91.6% പ്യൂരിറ്റി വേണം. അതിനാണ് നമ്മൾ ഈ 916 എന്ന് പറയുന്നത്. അത് വീണ്ടും 18 ക്യാരറ്റ് നമ്മൾ എടുത്തു. ഈ 18 ക്യാരറ്റ് വരുമ്പോൾ 4.16 ഇൻറ്റു 18, 4.16 ഇൻറ്റു 18 എന്ന് പറഞ്ഞാൽ 75% കിട്ടും. അപ്പം എന്ത് ആകട്ടെ, ഇരുമ്പായിക്കോട്ടെ, എന്ത് മെറ്റലായിക്കോട്ടെ, അതിനകത്ത് 18 ക്യാരറ്റ് എന്ന് പറയണമെങ്കിൽ അതിനകത്ത് 75% പ്യൂർ ആയിരിക്കണം. 75% പ്യൂർ എന്ന് പറഞ്ഞാൽ 75% തങ്കത്തിന്റെ അംശം വേണം, തങ്കമായിരിക്കണം. 75% തങ്കമുള്ള ഒരു പ്രോഡക്റ്റിനെ നമുക്ക് 18 ക്യാരറ്റുള്ള സ്വർണം എന്ന് പറയാം. 9 ക്യാരറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 37.5% തങ്കത്തിന്റെ അംശം വന്നാൽ മതി. അപ്പം കൂടുതലും അതിനകത്ത് മിക്സിംഗ് മെറ്റീരിയലായിരിക്കും. മിക്സിംഗ് മെറ്റീരിയൽ കൂടുതലായിരിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ആ മിക്സിംഗ് മെറ്റീരിയലിൻ്റെ സ്വഭാവമായിരിക്കും. അതുകൊണ്ട് പൊതുവെ കച്ചവടക്കാർ 9 ക്യാരറ്റ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ ചില കസ്റ്റമേഴ്സ് വന്ന് താല്പര്യപൂർവ്വം വരുന്നതുകൊണ്ട് ചിലത് പ്രിഫർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ 9 ക്യാരറ്റ് ഇതുവരെ താല്പര്യപ്പെട്ടിട്ടില്ല. അത് നിവൃത്തിയുണ്ടെങ്കിൽ ഞങ്ങൾ ഈ 9 ക്യാരറ്റ് വിൽക്കില്ല. കാര്യം അത് മിക്സിംഗ് മെറ്റീരിയലിൻ്റെ സ്വഭാവമേ കാണിക്കുള്ളൂ. അതാണ് കാര്യം. ഞാൻ ഒരു പരിധി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഒരു പരിധി വരെ അദ്ദേഹത്തിന് സാറ്റിസ്ഫൈഡ് ആയെന്നും മനസ്സിലായെന്നും എനിക്ക് തോന്നി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ച് നോക്കുവാണ്. എങ്ങനെയാണ്